നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ മരണം 293 എത്തി നിൽക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിലുണ്ടായത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ സൈനികർ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ഇക്കാര്യം. ദുരന്തമുഖത്ത് ഒരു ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ മാതൃകയാണ് കേരളം. ദുരന്തഭൂമിയിൽ നിന്ന് 10,000-ഓളം പേരെ രക്ഷിക്കാനായി. അവർക്ക് ഭക്ഷണം, മാനസിക പിന്തുണ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വരെ ഉറപ്പുവരുത്താൻ ഇക്കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന വെറും കാഴ്ചക്കാരല്ല ഭരണകൂടം എന്നതിൻ്റെ നേർസാക്ഷ്യമാകുകയാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. ഇതുകൊണ്ട് എല്ലാമായി എന്നല്ല, ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ജനതയെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് ധൈര്യം നൽകാൻ ഈ നാട് ഒപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നാം വയനാട്ടിൽ കാണുന്നത്. ഈ സ്പെഷ്യൽ ബുള്ളറ്റിനിൽ നമ്മോടൊപ്പം വി ശിവദാസൻ MP-യും ഡോക്ടർ സജിൻ കുമാർ, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ജിയോളജി വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അവർ കൂടി ഈ ചർച്ചയിലേക്ക് ചേരുന്നുണ്ട്. ആദ്യം ഈ ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് സമഗ്രമായി നോക്കിയാൽ മരണം 300-നടുത്ത് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇനി കണ്ടെത്താനുള്ളത് 200-ലേറെ പേരെയാണ്. 5,500 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. 8,500 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. മുണ്ടക്കൈയിൽ ഇനി ആരും ജീവനോടെയില്ലെന്നതാണ് സൈന്യം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മുണ്ടക്കൈയെ ചൂരൽമലയുമായി ബന്ധിപ്പിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതോടെ പ്രതീക്ഷയുടെ ഒരു പുതിയ തുരുത്ത് തന്നെയാണ് തുറന്നിരിക്കുന്നത്. സമഗ്ര വിവരങ്ങളുമായി ആ ദുരന്തഭൂമിയിൽ നിന്നും PV കുട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. PV കുട്ടൻ, ഉള്ളിലേക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളുമാണ് രാവിലെ മുതൽ ഇതുവരെ നമ്മുടെ മുന്നിൽ എത്തിയത്. പക്ഷേ എപ്പോഴും വലിയൊരു പ്രതീക്ഷയുടെ, ഒരു ചേർത്ത് നിർത്തലിൻ്റെ വലിയൊരു സ്പർശനം നമുക്ക് ആ ദുരന്ത മേഖലയിൽ കാണാൻ കഴിഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തി. ഏകോപനത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ നെടുനായകത്വത്തിൽ അവിടെ നടന്നു. മറ്റൊന്ന് ഈ ബെയിലി പാലമാണ്. 85 അടി നീളത്തിൽ ഇത്ര വലിയൊരു പാലം 36 മണിക്കൂർ കൊണ്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം പൂർത്തിയാക്കി നമുക്ക് തന്നിരിക്കുകയാണ്. എങ്ങനെ കാണാം ഇന്നത്തെ ഒരു ദിവസത്തെ? നീലിമ, ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദുർഘടമായ കാലാവസ്ഥയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരമൊരു സാഹചര്യം ഇല്ലാതിരുന്ന ഈ പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ താൽക്കാലിക പാലം ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ഒക്കെ അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ, പുഴക്കപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ രക്ഷാസേന നടത്തിയിരുന്നു. മിലിറ്ററിയും നേവിയും കേരള പോലീസും ഫയർഫോഴ്സും ഒക്കെ വളരെ ഊർജിതമായ രീതിയിൽ, ഒരേ മനസ്സോടുകൂടി വളരെ കൃത്യമായ രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. ഇപ്പോൾ ഈ ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അവിടേക്ക് മുണ്ടക്കൈയിലേക്കുള്ള ഗതാഗതം സാധ്യമാകും. അവിടേക്ക് ഇത്രയും ദിവസങ്ങൾ ഈ ദുരന്തം നടന്ന ഇത്രയും ദിവസങ്ങളായിട്ട് അവിടെ മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മണ്ണ് പരിശോധിക്കാനും അവിടെ തിരച്ചിൽ നടത്താനും ഒക്കെ സാധിക്കും. അത് വലിയ രീതിയിലുള്ളൊരു ഈ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഏകോപനം വഹിച്ചുകൊണ്ട് ഇന്ന് വയനാട്ടിലേക്ക് നേരിട്ടെത്തി. അദ്ദേഹം തന്നെയാണ് ഈ ദുരന്തമുണ്ടായ ഘട്ടം മുതൽ, ആ മണിക്കൂറുകൾ മുതൽ ഈ സമയം വരെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനും കേന്ദ്ര സേനയെ എത്തിക്കുന്നതിനും കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും ഇവിടേക്ക് എത്തിക്കുന്നതിനും മന്ത്രിമാരെ പ്രത്യേകം ചുമതലപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിൽ കേന്ദ്രീകരിക്കുന്നതിനും ഒക്കെ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം നേരിട്ടെത്തിയതോടുകൂടി രക്ഷാപ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഊർജം കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചൂരൽമല സന്ദർശിച്ചിരുന്നു, ദുരന്തബാധിത മേഖല സന്ദർശിച്ചു, അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു, അവിടെ ഉള്ള ആൾക്കാരെ ആശ്വസിപ്പിച്ചു. വയനാട്ടിൽ പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. അദ്ദേഹം കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ വഴിയാണ് വയനാട്ടിലേക്ക് എത്തിയത്. ഇവിടെ കൽപ്പറ്റയിൽ അദ്ദേഹം എത്തിയ ഉടൻ തന്നെ മന്ത്രിമാർ ഇവിടെ കേന്ദ്രീകരിച്ച ക്യാബിനറ്റിൻ്റെ ഏതാണ്ട്
ഭൂരിഭാഗം മന്ത്രിമാരും ഇവിടെ തന്നെയാണ്. ഒരു മിനി ക്യാബിനറ്റ് അല്ല, ഒരു ഭൂരിപക്ഷ ക്യാബിനറ്റ് തന്നെ ഇന്നിവിടെ ചേർന്നിരുന്നു. അതിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തൽ നടത്തിയത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെ ഈ സുരക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. പിന്നീടാണ് സർവകക്ഷി യോഗം ചേർന്നത്. ആ യോഗത്തിനകത്ത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൂടാതെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഈ ദുരിതത്തിലാണ്ട വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് വന്നു എന്നാണ് ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നതിന് തുടർന്നുള്ള ദിവസങ്ങളിലും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചു എന്നുള്ളതാണ്. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, K രാജൻ, OR കേളു എന്നിവരാണ് ആ ഉപസമിതിയിലുള്ളത്. അവർ ഇപ്പോഴും ഈ രാത്രിയിലും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ചൂരൽമലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരുകയാണ്, മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ചേരുകയാണ്. അവരായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. തുടക്കം മുതൽ തന്നെ അവരൊക്കെ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ പിന്നീട് ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അവിടേക്ക് ആൾക്കാർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല. ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് വിളിച്ച് കാണണം. അത്തരത്തിൽ അവരുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരിതത്തിൽ അകപ്പെട്ടു പോയ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടാണ്. പഠനം തീർച്ചയായും ഈ ഘട്ടങ്ങളിലൊക്കെ മുടങ്ങും. എന്നാൽ അത് മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കുന്നുണ്ട്. അവരെവിടെയാണ് ഉള്ളത് അവിടെ തന്നെ അവർക്ക് ക്ലാസ് അധ്യയനം ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഏർപ്പാടുകൾ നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു മഹാ ദുരന്തം നടന്നു. അത് വേറൊരു ദുരന്തത്തിലേക്ക് പോകരുതെന്നും, അതായത് പകർച്ചവ്യാധികൾ സംബന്ധിച്ചാണ് അദ്ദേഹം അത്തരമൊരു കാര്യം പറഞ്ഞത്. ഈ ദുരിത മേഖലയിലൊക്കെ അതോടൊപ്പം തന്നെ ഇവിടെ ക്യാമ്പുകളിലൊക്കെ ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ കർശനമായ ഇടപെടലുകൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതൊക്കെ സർക്കാർ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും, ആ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തും. പക്ഷേ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവർ കൃത്യമായി ഈ വിഷയങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ദുരന്തത്തിൽ വീടും എല്ലാം നഷ്ടപ്പെട്ടു. അതേസമയത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ രക്ഷപ്പെട്ടവരുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തിരിച്ച് ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ, സർക്കാർ ക്രമീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർവകക്ഷി യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ ദുരന്തബാധിത മേഖലയിലേക്ക് പോയത്. അതിനുശേഷം അതായത് ഒരു ദുരന്ത ഭൂമിയിൽ ഒരു സർക്കാരിന്റെ പതിപ്പ്, ഒരു മന്ത്രിസഭയുടെ പതിപ്പ്, ആ മന്ത്രിസഭയുടെ പതിപ്പ് നിന്നുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്നതാണ് അങ്ങേയറ്റം ശ്ലാഘനീയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. കുട്ടൻ, ഒരു കാര്യത്തിൽ കൂടി വരണം. ഇപ്പോൾ ഈ മരണസംഖ്യ 293 എന്നുള്ളൊരു ഫിഗറിൽ എത്തി നിൽക്കുകയാണ്. മുണ്ടക്കയിൽ ആരും ജീവനോടെയില്ല എന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബേലി പാലത്തിൻ്റെ നിർമ്മാണം കൂടി അത് പ്രായോഗിക തലത്തിൽ വന്ന സ്ഥിതിക്ക് രാത്രി കൂടി അവിടെ ഒരു പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ കൂടി നമ്മുടെ മുന്നിൽ, നമുക്കറിയാമോ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായി രാത്രിയിലും? നിലിമ, ഊർജിതമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബേലിപ്പാലം ഇന്ന് വൈകിട്ടോട് പൂർത്തിയായി. അതിലൂടെ വാഹനങ്ങൾ മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ മണ്ണിനടിയിൽ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ അവിടെ ജീവനുള്ള ആരുമില്ല എന്ന് ഈ ഈ ദൗത്യ സംഘം, രക്ഷാസംഘമൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ പരമാവധി കണ്ടെത്തുന്നതിനുള്ള അവിടെ ഈ മണ്ണിനടിയിൽ പരിശോധന നടത്തിക്കൊണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ രീതിയിൽ കരുത്തു പകരും ഈ പാലത്തിൻ്റെ നിർമ്മാണം. അല്പസമയം മുമ്പാണ് മന്ത്രിമാരൊക്കെ അവിടെ സന്ദർശിച്ച് തിരിച്ച് ആ കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഇന്ന് രാത്രിയിലും കാലാവസ്ഥ നമുക്കറിയാം, ഇവിടെ വലിയ രീതിയിലുള്ള മഴയാണ്. ഈ ദുരന്ത
ത്തിന് മുമ്പും ദുരന്തത്തിന് ശേഷവും കനത്ത മഴയാണ് ആ മേഖലയിലൊക്കെ. വയനാടിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. എങ്കിൽ പോലും അതിനൊക്കെ മറികടന്നുകൊണ്ടുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ ഈ രക്ഷാസംഘം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇന്നത്തെ രാത്രിയിലെ കാലാവസ്ഥ അനുസരിച്ച് മാത്രമേ തുടർ നടപടികളെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഏതായാലും 9 മണിയോടുകൂടി പോകുകയാണ്. കുട്ടൻ തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ വി ശിവദാസൻ MP, ഇപ്പോൾ ദുരിത മേഖലയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വയനാട് സന്ദർശനം നമ്മൾ കണ്ടു. അവിടെ വലിയ സഹായം, ആളുകളെല്ലാം വലിയ തോതിൽ വലിയ സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതാണ് കേരളം. ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും പതറാതെ നിൽക്കുന്ന ഒരു ഭരണകൂടം, ഒരു ദുരന്തത്തിൽ ഒരു ജനത അകപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസമായി വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, അതുപോലെ ജനങ്ങളുടെ ഒരു സഹകരണത്തെ, ഈ ഏകോപനത്തെ എല്ലാം അങ്ങ് നോക്കിക്കാണുന്നത്? ഈ ദുരന്തമുഖത്ത് അശേഷം പകച്ചു പോകരുത് എന്ന് നമ്മളോട് പറയുക മാത്രമല്ല, ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് അസാമാന്യമായ നേതൃപാഠവുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും എല്ലാവരും ഒത്തുചേർന്ന്, മന്ത്രിമാർ, അവിടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഒത്തുചേർന്ന്, കക്ഷിരാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജാതി മതത്തിൻ്റെ യാതൊരു തലത്തിലുള്ള നിറവ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവരും ഈ ദുരന്തഭൂമിയിൽ ഒറ്റക്കെട്ടായി കൈകോർത്ത് നിൽക്കേണ്ടുന്ന ഒരു ഘട്ടമാണിത്. അനാവശ്യമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ളതല്ല ഈ സമയമെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പ്രയാസം അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഇടപെടുക എന്നുള്ളതാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ, അഭ്യർത്ഥന, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളുടെ സംഘം മന്ത്രിയോടുൾപ്പെടെ അഭ്യർത്ഥിച്ചത്, ഹോം മിനിസ്റ്ററോടുൾപ്പെടെ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളതൊക്കെ. അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ദുരന്തമുഖത്ത് ഒന്നായി നിൽക്കണം. മുഖ്യമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് ഇവിടെ വയനാട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഏജൻസികളെ, സംഘടനകളെ എല്ലാം എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ അതിനെല്ലാമുള്ള ആലോചനകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു ദുരന്തമല്ലല്ലോ. ഇത് ഇന്ത്യയിലെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. മീൻസ് ഇനി ഒരിക്കലും ഒരു സ്ഥലത്തും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മളാകെ ആഗ്രഹിക്കുകയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊരു ദുരന്തമുഖത്ത് രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണിത്. യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് അത്തരത്തിലുള്ളൊരു സഹായം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഈ റിസ്ക് റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വരുമെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് രൂപപ്പെടുത്താനും ആ സ്പെഷ്യൽ പാക്കേജ് ഇപ്പോൾ നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ സഹായമായി മാറ്റുന്നതിനും കൂടിയുള്ളൊരു ശ്രദ്ധ യൂണിയൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ സഹായമായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. ഇവിടെ വയനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളുടെയും കണ്ണീര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ണീർ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അമ്മയെ നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി മാത്രം ബാക്കിയായിട്ടുള്ള വാർത്ത, ഇതൊക്കെ കരളലിയിപ്പിക്കുന്ന കഥകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ കാണാമറിയത്തുള്ള ഒരുപാട് ആളുകൾ, അവരെങ്ങനെയാണ് രക്ഷപ്പെടുത്തുക, അവരെ എങ്ങനെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നം നമ്മുടെ എല്ലാം ഹൃദയത്തെ പൊള്ളിക്കുകയാണ്. തകർന്നുപോയ വിദ്യാലയങ്ങൾക്ക് പകരമായി എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കേണ്ടുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലാണല്ലോ ഉണ്ടാകുക. ഈ ദുരന്തത്തെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ നമുക്കാർക്കും വായിച്ചെടുക്കാൻ കഴിയാത്തതാണ്. ആ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്ത്
അവരെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യവും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നതിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റുക, അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാവാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ സാധ്യതയുള്ള ഒരു ഘട്ടം കൂടിയാണ്. വലിയ ആൾക്കൂട്ടങ്ങളും മറ്റും അവിടെ കൂടിയാലുണ്ടാവുന്ന പ്രശ്നത്തെക്കുറിച്ച് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ദുരന്തമുഖത്ത് ഒരു വലിയ നിലയിലുള്ള പകർച്ചവ്യാധിയും മറ്റുമൊന്നും ഇല്ലാത്ത, വരാതിരിക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ വരേണ്ടുന്ന ചർച്ച ചെയ്യേണ്ടുന്ന ഈ ദുരന്തമുഖത്തു നിന്നും സാധാരണ നിലയിലേക്ക് അവിടുത്തെ ജനജീവിതം കെട്ടിപ്പടുക്കാൻ വലിയ ദൂരം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. വലിയ ദൂരം തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ടർ സജിൻ കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ജിയോളജിസ്റ്റാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഉരുൾപൊട്ടലുകളെക്കുറിച്ച്, കേരളത്തിന് പുറത്തുമുള്ള ഉരുൾപൊട്ടലുകളെക്കുറിച്ച് വളരെ കൃത്യമായ ശാസ്ത്രീയമായി പഠനം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ സജിൻ കുമാർ, ഈ മുണ്ടക്കൈ ദുരന്തത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സാധാരണമായി പാരിസ്ഥിതികമായി ദുർബലമായ ഒരു പ്രദേശം, അവിടുത്തെ ഒരു ഭൂവിനിയോഗം, അതൊക്കെയായിരിക്കുമല്ലോ ഉരുൾപൊട്ടലിന് നിദാനമായി എല്ലാവരും എടുത്തു കാട്ടുന്ന ഒരു വസ്തുത. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി മുണ്ടക്കൈ, ചൂരൽമല എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രകൃതി ദുരന്തമോ അത്തരത്തിലൊരു ഉരുൾപൊട്ടൽ സാധ്യതയോ ഭീഷണിയോ ഒന്നും നിലനിന്നിരുന്ന ഒരു പ്രദേശമല്ല. ഈ പശ്ചിമഘട്ടത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശാന്തമായ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ ഈ ഏരിയയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു മഹാദുരന്തം സംഭവിച്ചത്? അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? മുണ്ടക്കൈ ഭാഗം നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. 1984-ലും 2019-ലും പുത്തുമല സംഭവിച്ചപ്പോൾ തന്നെ മുണ്ടക്കൈയിൽ ഒരു ചെറിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ പെടുന്ന സ്ഥലം തന്നെയാണ്, പരിസ്ഥിതി ലോല പ്രദേശവുമാണ്. പക്ഷേ നമ്മൾ 2018-ന് ശേഷം നമ്മൾ കാണുമ്പോൾ അതിനു മുമ്പുള്ള ഉരുൾപൊട്ടലിനേക്കാണെങ്കിൽ ഒരു പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ കാരണം എന്നൊക്കെ പറയാം. പക്ഷെ 2018-ന് ശേഷം കാണുമ്പോൾ മിക്കവാറുമുള്ള ഉരുൾപൊട്ടലൊക്കെ ഉൾവനങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഉൾവനങ്ങൾ സംഭവിക്കുമ്പോഴും അതിതീവ്ര മഴ, അതായത് ഇപ്പോഴേ മുണ്ടക്കൈയിൽ ഉണ്ടായത് 2 ദിവസം കൊണ്ട് 600 മില്ലിമീറ്ററിന്റെ മഴയാണ്. ഇതൊക്കെ അതിതീവ്ര മഴയാണ്. ഈ മഴയൊന്നും ഉൾക്കൊള്ളുവാനുള്ള ശേഷി അവിടുത്തെ മണ്ണിനോ അവിടുത്തെ മണ്ണിന്റെ ഘടനയ്ക്കോ സാധിക്കില്ല. അപ്പം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ തോതിലുള്ള മഴ. അപ്പം ഇത് ഒരുമിച്ച് വെള്ളം വരാൻ നേരത്ത് മണ്ണിന് അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു വലിയ ഏരിയ, പണ്ട് പഴയ കാലത്ത് ഉരുൾപൊട്ടലുള്ള കേരളത്തിൽ ഉരുൾപൊട്ടലുകളുടെ ഫോട്ടോയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂല് പോലെയോ ഒരു കുഞ്ഞു സ്ഥലം മാത്രം ഒഴുകി വരുന്ന പ്രതിഭാസമാണ് കാണുന്നത്. ഇന്നങ്ങനെയില്ല. വലിയ ഏരിയ, അതായത് ഒരുമിച്ച് വെള്ളം വരുമ്പോൾ ഒരുമിച്ച് പൊട്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോഴത്തെ 2018-ന് ശേഷമുള്ള ഉരുൾപൊട്ടൽ ഒരു രീതിയിൽ നോക്കും മനുഷ്യന്റെ ഇടപെടൽ കാരണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാ മാസങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാകേണ്ടതാണല്ലോ, മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോഴും 99.9% ഉരുൾപൊട്ടലും സംഭവിക്കുന്നത് ജൂൺ തൊട്ട് ഒക്ടോബർ, നവംബർ വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് കാലവർഷം ഏറ്റവും തീവ്രമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഇടപെടലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഇതിനൊരു ഉദാഹരണം ഇതിന് സഹിതം പറയണമെങ്കിൽ 2018-ൽ UNEP സംഘടിപ്പിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു അംഗമായിരുന്നു. അതിൽ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സംഖ്യയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഏതാണ്ട് കേരളത്തിൽ 4726 ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. ചെറുതും വലുതുമായിട്ട്, എല്ലാം വലുതല്ല, വലുതും ചെറുതുമായിട്ടുള്ള 4726. അതിൽ പകുതിയോളം 2223 ഉരുൾപൊട്ടലുകൾ ഇടുക്കി ജില്ലയിൽ മാത്രമായിരുന്നു. അപ്പൊ ഇടുക്കി ജില്ലയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ പഠിച്ചത്. അതിൽ 2226 ഉരുൾപൊട്ടൽ ഇടുക്കിയിലുള്ളതിൽ പകുതിയോളം ഉൾക്കാടിൽ, ഉൾവനത്തിലാണ് സംഭവിച്ചത്. നമ്മൾ എപ്പോഴും നമുക്കൊരു ധാരണയുണ്ട് ഇങ്ങനെയുള്ള ഫോറസ്റ്റിലൊന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷെ അവിടെ തന്നെ ഉണ്ടാകണമെങ്കിൽ അത് തീവ്രമായ മഴയുടെ ശക്തി കാരണമാണ് ഈ ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ മനുഷ്യന്റെ ഇടപെടൽ കാരണമല്ല. പക്ഷെ മനുഷ്യന്റെ ഇടപെടൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ള ഒരു പഠനം ഇതുവരെയും നടന്നിട്ടില്ല. ശരി, ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് അങ്ങ് സൂചിപ്പിച്ചു, അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 573 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്.
ആ അത്രയും വലിയ തോതിലുള്ള ഒരു മഴ സംഭരിക്കാനുള്ള ശേഷി അവിടുത്തെ മണ്ണിനില്ല. അവിടുത്തെ പാറയുടെ ഒരു ഘടനയൊക്കെ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിപ്പോൾ ഇത് മുണ്ടക്കയിലും ചൂരൽമലയിലുമാണ് ഇത് സംഭവിച്ചത്. പശ്ചിമഘട്ടത്തിലെ പല പ്രദേശങ്ങളും ഇങ്ങനെ തന്നെയല്ലേ? ഈ മഴ എന്ന് പറയുന്നത് അതിതീവ്ര മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു സമയത്തേക്ക് വൻതോതിൽ വലിയ മഴ പെയ്തിറങ്ങുന്നൊരു പ്രതിഭാസം അത് ഈ പശ്ചിമഘട്ടത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഈ നമ്മുടെ തൊട്ടടുത്ത്, ഈ വയനാടിന് തൊട്ടടുത്ത് കിടക്കുന്ന നീലഗിരിയിൽ കഴിഞ്ഞ എത്രയോ ദിവസമായി നിർത്താതെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചിമഘട്ട മേഖലയെ ഇത് മാൻമെയ്ഡ് ദുരന്തമല്ല, പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുരന്തം തന്നെയാണ്. വളരെ കൃത്യമായി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന് നമ്മൾ ഇനി അങ്ങോട്ട് കാണേണ്ട മുൻകരുതൽ എന്തെല്ലാമാണ്? മുൻകരുതൽ ഇപ്പോൾ നമുക്ക് ഇതൊരു ഒരു മോഡലായിട്ട് വേണം എടുക്കാൻ. ഈ ഉരുൾപൊട്ടൽ ഈ മുണ്ടക്കയിൽ നടന്നത് ഇത്രയും മരണസംഖ്യയിലും വ്യാപ്തിയിലും ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഇതുവരെയും കേരളം കണ്ടിട്ടില്ല. ഇനി മനുഷ്യന് രേഖപ്പെടുത്താത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇത്രയും വ്യാപ്തിയിലുള്ളത്, അപ്പം ഇനി ഇങ്ങനെ ഈ വ്യാപ്തിയിലും ഈ മരണസംഖ്യയിലും വരത്തക്കത്തിലുള്ള ഉരുൾപൊട്ടൽ ഇനി കേരളത്തിൽ വരാതിരിക്കുവാൻ ഇതിൽ നിന്നും നമുക്ക് ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, ഞാൻ ഇത്രയും നേരം മനുഷ്യന്റെ ഇടപെടൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ട്രിഗർ ചെയ്യാൻ മനുഷ്യന്റെ ഇടപെടൽ ഇല്ല എന്നായിരുന്നു എന്റെ നിഗമനം. കാരണം ഈ ഉരുൾപൊട്ടൽ ഇപ്പം ഈ ഉരുൾപൊട്ടൽ സാധ്യത മാപ്പുകളുണ്ട്, സർക്കാർ പ്രസിദ്ധീകരിച്ചതുണ്ട്, അല്ലാതെ സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും നടത്തിയിട്ടുള്ള ഉണ്ട്. ഒരു നൂറുകണക്കിനുള്ള കേരളത്തിൽ തന്നെ നൂറുകണക്കിനുള്ള ഉരുൾപൊട്ടൽ സാധ്യത മാപ്പുകളുണ്ട്. ഈ മാപ്പുകളിലൊക്കെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ തന്നെ വീഴും. പക്ഷേ അങ്ങനെ മുണ്ടക്കയും അങ്ങനെ തന്നെയാണ്. ഏത് മാപ്പിൽ നോക്കിയാൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ്. പക്ഷെ എന്തുകൊണ്ട് നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതിന് നമുക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ മാത്രമേ നിർണ്ണയിക്കുന്നുള്ളൂ. പക്ഷെ ഉരുൾപൊട്ടൽ ഒഴുകി വരുന്ന പാതയെക്കുറിച്ച് നമ്മൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ചെലുത്തുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഗവനിക്കുന്നില്ല. ഒരുപക്ഷെ അതിന് അവിടെയുള്ള ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുവാനും സർക്കാരിന് തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാകില്ല. കാരണം ഉരുൾപൊട്ടൽ സാധ്യത ഈ മേഖലയിൽ അല്ലാത്തൊരു ആൾക്കാരെ നമ്മളിങ്ങനെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റും. അപ്പം ഉരുൾപൊട്ടൽ ഒഴുകി വരുന്ന ആ റൗട്ടിനെ നിർണ്ണയിക്കുന്ന പലവിധ മോഡലിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, മോഡലിംഗ് ചെയ്യാൻ പറ്റാവുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ച് ഉരുൾപൊട്ടൽ ഒഴുകി വരുന്ന പാതയെ കൂടെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു മാപ്പ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. പിന്നെ ഇതിനു പുറമെ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവര് നമ്മുടെ മലമ്പ്രദേശം അല്ല, പക്ഷേ എന്നിരുന്നാലും പുഴയുടെ രണ്ടു കരയിൽ താമസിക്കുന്നവരും അതീവ ശ്രദ്ധയോട് ഇരിക്കണം. കാരണം ഈ മണ്ണും പാറയും കാരണം ഒഴുകി വരികയാണെങ്കിൽ വെള്ളം കരകവിന് ഒഴുകും. ഇതായിരുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചത്. അത് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ മാത്രമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത, ആ ഒഴുകി വരുന്ന പാതയും ശ്രദ്ധിക്കണം. അപ്പം ഒരു മുന്നറിയിപ്പ്, ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുഡ് ഹിൽസിൽ താമസിക്കുന്നവരും അവിടെ നിന്ന് താൽക്കാലികത്തേക്കെങ്കിലും മഴ മാറുന്നത് വരയ്ക്കെങ്കിലും അവിടെ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ജീവനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു ഹാനവും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ മാറി താമസിക്കണം. നമ്മളെ ഇഷ്ടമായിട്ടുള്ള വീടും അതും ഇതും പ്രശ്നം വന്നിരുന്നാലും ഒരു പ്രശ്നമില്ല, പക്ഷെ ജീവനാണ് ഏറ്റവും വലുത്. പിന്നെ ഇതിന് പുറമെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ കാണുന്നത്, നമുക്ക് ഈ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള 2 മാസങ്ങൾ മെയ്യും ജൂൺ ഏപ്രിലും നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കണം. അത് ബോധവൽക്കരണം നടത്തണം. ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ അവബോധനം ക്ലാസ്സുകൾ നടത്തണം. എല്ലാവരെയും അറിയിക്കണം. പഞ്ചായത്ത് ലെവലിൽ തന്നെ അല്ലെങ്കിൽ വാർഡ് ലെവലിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കണം. ഉരുൾപൊട്ടൽ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഉരുൾപൊട്ടൽ വന്നാൽ എന്ത് ചെയ്യണം, ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരോട് ചോദിച്ചെന്നാൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഏത് ഭാഗത്തോട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകും എന്ന് ചോദിച്ചിരുന്നാൽ അവർക്കറിയില്ല. അവർക്ക് ഉരുൾപൊട്ടൽ വരുന്ന സ്ഥലത്തോട്ട് കുന്നിന്റെ മേളിലോട്ടാണോ പോകേണ്ടത്, കുന്നിന്റെ താഴോട്ടാണോ പോകേണ്ടത്, അതിൽ വേലിയുടെ നിന്നും മാറിയാണോ പോകേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല. അവിടെ നിന്ന് താൽക്കാലികം രക്ഷപ്പെടണമെങ്കിൽ കൂടെ അവർക്ക് അതിന്റെ പാത എന്താണെന്ന് കൂടെ അറിയില്ല. അങ്ങനെയുള്ള ഒരു അവബോധം എല്ലാ വർഷങ്ങളിലും ഈ സമ്മർ മാസത്തിൽ, ഏപ്രിൽ മെയ് മാസത്തിൽ നടത്തണം. അതിന്
സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. കാരണം വോളണ്ടറി ചെയ്ത് വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളുകളിൽ തന്നെ അവിടുത്തെ 10 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് തന്നെ ഒരാൾ പോയി ട്രെയിൻ ചെയ്തിരുന്നാലും അവർക്ക് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഈ ന്യൂസിനെ കുറിച്ച്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവന്റെ ആപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താനാകും ഉരുൾപൊട്ടൽ കാരണം. യെസ്, വയനാട് ദുരന്തം ഒരു റോൾ മോഡലായി നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് ഇനിയുള്ള പഠന വിധേയമാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഈ വയനാട് ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ഡോക്ടർ സജിൻ കുമാർ പറഞ്ഞത്. ഡോക്ടർ സജിൻ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്നും സച്ചിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സച്ചിൻ ലൈനിലുണ്ടോ? സച്ചിൻ, ഏറ്റവും ആശ്വാസകരം എന്ന് പറയാവുന്ന ഈ നിമിഷത്തിൽ പറയാവുന്ന കാര്യം അവിടെ സൈന്യം 36 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചു തീർത്ത ആ ബെയിലി പാലമാണ്. ആ ബെയിലി പാലത്തിലൂടെ രക്ഷാവാഹനങ്ങൾ, സഹായം വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ എല്ലാം, മിലിറ്ററിയുടെ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നുണ്ട്. എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളുമായിട്ടുള്ള വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു മഴയുടെ അവസ്ഥ, കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? നീലിമ, രക്ഷാപ്രവർത്തനങ്ങൾ, തിരച്ചിലൊക്കെ ഇന്ന് വൈകിട്ടോടുകൂടി അവസാനിച്ചിരുന്നു. കാരണം വലിയ ശക്തമായ മഴയായിരുന്നു ഈ മേഖലകളിലൊക്കെ പെയ്തിരുന്നത്. ആ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് സംഘടന പ്രവർത്തകരും സന്നദ്ധ സംഘടനയിൽപ്പെട്ടവരും ആർമി അടക്കമുള്ള ആളുകൾ തിരിച്ച് ക്യാമ്പുകളിലേക്ക് മടങ്ങിയിരുന്നു. ആ സമയങ്ങളിൽ വൈകിട്ടോടുകൂടി നിലവിൽ ഈ പുഴ കടന്നുകൊണ്ടൊരു നടപ്പാലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നടപ്പാലം സാഹസികമായി കടന്നുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് സൈനികരും അതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തകരും ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തകരൊക്കെ മുണ്ടക്കൈ മേഖലയിലേക്ക് പോയിരുന്നത്. വലിയ രീതിയിലുള്ള തെരച്ചിലിൻ്റെ ഉപകരണങ്ങളും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ അടക്കം ചുമലിൽ ഏറ്റിക്കൊണ്ടായിരുന്നു ഈ നടപ്പാലത്തിലൂടെ, താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലത്തിലൂടെ പോയിരുന്നത്. അതിന് ഒരു പരിഹാരം എന്ന രീതിയിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം നിർമ്മിച്ചത്. പാലത്തിൻ്റെ നിർമ്മാണം 24 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. 24 ടണ്ണ് ഭാരം വരെ ശേഷിയുള്ള പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നാളെ മുതലുള്ള തിരച്ചിലുകൾ വലിയ രീതിയിലുള്ള ആധുനിക ഉപകരണങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷ നടത്താൻ വേണ്ടി സാധിക്കും. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തി പാലത്തിന്റെ നിർമ്മാണ പുരോഗതി പൂർണ്ണതോതിൽ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് നാളെയാണ്. അതായത് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഒപ്പം തന്നെ ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെ ഒഴുകി കരയ്ക്കടിയുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് പുഴ കേന്ദ്രീകരിച്ചുകൂടി ഒരു തെരച്ചിൽ നാളെ മുതൽ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ മുണ്ടക്കൈ ഭാഗത്ത് ഒന്നും കണ്ടെത്താനായില്ല, ആരെയും ജീവനോടെ കണ്ടെത്താനായിട്ടില്ല. അവിടെയുള്ള ജീവനോടെ ഇരുന്ന എല്ലാവരെയും കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞു എന്ന് സൈന്യം പറഞ്ഞു. അവിടെ ഇനി കെട്ടിടങ്ങൾ പൊളിച്ചുള്ള പരിശോധനയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഈ ഭൂമിയിൽ അമർന്നുപോയ കെട്ടിടങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, മൃതദേഹാവശിഷ്ടങ്ങളുണ്ടോ, അത്തരത്തിലുള്ള പരിശോധനയാണ് മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നാളെ നടക്കാൻ പോകുന്നത്. ഒപ്പം ഈ ചാലിയാർ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കടവുകളിൽ അടിയുന്നതായി വിവരം പുറത്തു വരുന്നുണ്ട്. ഈ നിലമ്പൂരിൽ ആശുപത്രിയിൽ തന്നെ 152 മൃതദേഹങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഈ പുഴയിൽ നിന്നാണ്. ഈ ഒഴുക്കിൽപ്പെട്ട് കരക്കടിയുന്നവരുടെ മൃതദേഹങ്ങളാണ്, അവരുടെ ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴ കേന്ദ്രീകരിച്ച് നാളെ ഒരു വലിയ തോതിലുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മുടെ മുന്നിലുള്ള പ്ലാൻ? തീർച്ചയായും നീലിമ, ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അടക്കം അത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നു. കാരണം ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനം നിലവിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല മുണ്ടക്കൈ മേഖലകളിലെ 15ഓളം സ്പോട്ടുകളിൽ ഡോഗിൻ്റെ നേതൃത്വത്തിൽ ജീവൻ്റെ ഇതുണ്ട്, അതായത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ആ മേഖലകളിലും അതുപോലെ തന്നെ പുഴ
കേന്ദ്രീകരിച്ചുള്ള മേഖലകളിലും നാളെ ശക്തമായ തിരച്ചിൽ ഉണ്ടാവും. ആധുനിക ഉപകരണങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മുണ്ടക്കൈ മേഖലയിൽ നാളെ തിരച്ചിൽ നടത്തുക എന്നാണ് ആർമി ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇന്ന് വൈകിട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക ചർച്ച അടക്കം നാളത്തെ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കളക്ട്രേറ്റിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നാളെ മുണ്ടക്കൈ മേഖലകളിലും അതുപോലെ തന്നെ പുഴകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ. സച്ചിൻ തുടരുക, സച്ചിൻ അവിടെ നിൽക്കുക. ഇപ്പോൾ വി ശിവദാസൻ MP പോകുകയാണ്. ശ്രീ വി ശിവദാസൻ MP, ഇത് ഈ ഘട്ടം രാഷ്ട്രീയം പറയേണ്ട വേദിയല്ല, പക്ഷേ രാഷ്ട്രീയമായി കേരളത്തെ നോക്കിക്കാണുമ്പോൾ അത് തുറന്നു കാട്ടപ്പെടുക കൂടി വേണം ഈ ഘട്ടത്തിൽ എന്നതാണ് എനിക്ക് തോന്നുന്നത്. കേരളം ആവശ്യപ്പെട്ടു, ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ട ഒരവസ്ഥയുണ്ട്. അതുപോലെ വയനാടിന് ഒരു പ്രത്യേക പാക്കേജ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആവശ്യങ്ങളോട്, കേരളത്തിലെ ഈ ആവശ്യങ്ങളോട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം? അല്ല, ഞാനിപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം പക്ഷേ വസ്തുതകൾ പറഞ്ഞു പോവുക എന്നുള്ളതും പ്രധാനമാണല്ലോ ഏത് സന്ദർഭത്തിലാണെങ്കിലും. ഇപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചർച്ച, ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി ഓർമ്മപ്പെടുത്തിയത്, അപ്പോൾ തെറ്റായ ഒരു മറുപടി അവിടെ വന്നത് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. അതിന് മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ സംയുക്തമായിട്ടുള്ളൊരു കത്തും ഞങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ തിമിരം ബാധിച്ച് ഈ ദുരന്തമുഖത്ത് ആരും പ്രവർത്തിക്കില്ല എന്നാണ്. പ്രത്യേകിച്ച് യൂണിയൻ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ആളുകളും പാർട്ടിയും ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷകളാണല്ലോ നമ്മളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. ഇവിടെ യൂണിയൻ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നായി കണ്ട് പ്രത്യേകമായിട്ടൊരു പാക്കേജ് സംസ്ഥാന സർക്കാരിന് നൽകുക എന്നുള്ളതാണ്. ഈ ഡിസാസ്റ്ററിന് ഇങ്ങനെയുള്ള നാഷണൽ കലാമിറ്റി ഉൾപ്പെടെ, നാച്ചുറൽ കലാമിറ്റി ഉൾപ്പെടെ നേരിടുന്നതിന് വേണ്ടി ബജറ്റിൽ വിഹിതമൊക്കെ നീക്കിവെച്ചപ്പോൾ അതിൽ കേരളത്തിന് ഒന്നും തന്നെ വെച്ചില്ല എന്നുള്ളൊരു വിഷയമൊക്കെ, അതൊക്കെ മറ്റു ചില കാര്യങ്ങൾ, അതിപ്പോൾ പോകേണ്ടുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാവും. ആ പാക്കേജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക സഹായം വരും. അതുവഴി കേരളത്തിലെ സർക്കാരിനും കേരളത്തിലെ ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളുകൾക്കൊരു പിന്തുണ എന്ന നിലയിൽ, അതിനൊപ്പം ജനങ്ങളെ പുനരധിവസിപ്പിക്കാനും പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകാനും രക്ഷപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സഹായം ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയമല്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോസ്റ്റ്മോർട്ടത്തിലേക്കൊന്നും പോകേണ്ടുന്ന ഒരു സമയമേ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു പ്രതികരണവും, കാരണം നമ്മൾ പറയുന്ന ഒരു വാക്ക് കാരണം ഏതെങ്കിലും ഒരാൾ ഈ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പോകരുത്. ആരെയും അങ്ങനെ അകറ്റി നിർത്തേണ്ടുന്ന ഒരു ഘട്ടമല്ല ഇത്. എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തികഞ്ഞ സംയമനത്തോടുകൂടി എല്ലാ ആളുകളും ഈ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവണം. അതിന് യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടുന്ന പിന്തുണ യൂണിയൻ ഗവൺമെൻറ് നൽകുക. മറ്റ് ഏജൻസികൾക്കെല്ലാം ചുമതലയുണ്ട്, സർക്കാരിൻ്റേതായിട്ടുള്ള ഏജൻസികൾ, അവരെല്ലാം ആ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരുപക്ഷെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നടക്കുന്ന ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൽ കേരളത്തിന് ആ ജനകീയ കൂട്ടായ്മയിലൂടെ വാർത്തെടുത്തിട്ടുള്ളൊരു വലിയൊരു കൾച്ചറുണ്ട്. അത് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഈ ദുരന്തമുഖത്ത് ഒരു വലിയ പിന്തുണയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കാതെ ഈ തരത്തിൽ നമ്മൾ ചർച്ച നടത്തുന്നതായിരിക്കും, ഇതിൻ്റെ മറ്റ് പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഇതിനിടയിലുള്ള ഒരു യാഥാർത്ഥ്യം കൂടി തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയിലേക്ക് വന്നത്. വളരെയധികം നന്ദി ശ്രീ വി ശിവദാസൻ. അങ്ങേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡോക്ടർ സജിൻ കുമാറിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ സജിൻ, ഇതിനോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ ദുരന്തത്തോടൊപ്പം തന്നെ ചെറിയ ചിലയിടങ്ങളിലൊക്കെ ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒന്ന് വിലങ്ങാടാണ്. വിലങ്ങാട് വളരെ കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ ദുരന്തം അവിടെ നിന്നും വഴിമാറിപ്പോയത്.
മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ അവിടെ നിന്ന് മാറിപ്പോയൊരു സാഹചര്യമുണ്ടായി. അവിടെ വിലങ്ങാട് ഒരു മരണം മാത്രമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. അത് സാമാന്യേന വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് വിലങ്ങാട് ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ തൃശ്ശൂരിലെ അകമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് വ്യാജ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതിയിലും സമാനമായ രീതിയിൽ ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ദുരന്ത മേഖലയല്ലാതെ മറ്റെവിടെയെല്ലാമാണ് ഇത്തരത്തിൽ ഒരു ദുരന്ത സാധ്യത നിലനിൽക്കുന്നത് അങ്ങയുടെ ഒരു പഠനത്തിൽ? ലോകമെമ്പാടും ഉള്ള പഠനത്തിൽ തെളിയിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമിയുടെ ചരിവ് 22 ഡിഗ്രിക്ക് മേളിൽ ചരിവുള്ള എല്ലാ പ്രദേശവും ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ആ കരിങ്കൽ പാറകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 250 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള പാറയാണ്. അതിന്റെ പുറമേ ഇരിക്കുന്ന ഒരു മീറ്റർ തൊട്ട് അല്ലെങ്കിൽ 2 മീറ്റർ വരെ കാണുന്ന മണ്ണ് വെറും ഒരു 10-15,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന്റെ രണ്ടിന്റെയും ഒരു ബന്ധം ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധമല്ല. അപ്പം എവിടെയൊക്കെയാണോ കുന്നിന്റെ ചരിവ് 20 ഡിഗ്രിക്ക് മേലിൽ കൂടുതലുള്ളത്, എവിടെയൊക്കെയാണോ ആ ചരിവുകളിൽ മണ്ണ് ഇരിക്കുന്നത്, അതായത് 1 തൊട്ട് 2 അല്ലെങ്കിൽ കൂടുതൽ മീറ്റർ കനമുള്ളത്, ആ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ തീവ്ര മഴ പെയ്യുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. ഇതാണ് ഏറ്റവും ലഘുവായിട്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ സഹ്യപർവ്വത നിരകളിലുള്ള ഏതാണ്ട് ഒരു 25 തൊട്ട് 30% സ്ഥലങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണ്. എപ്പോഴുമല്ല, മഴ പെയ്യുന്ന സമയത്ത് മാത്രം, അല്ലാത്ത സമയത്ത് അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ജനങ്ങൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് അതിനെ ഒരു രീതിയിലും മടി കൂടാതെ അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അല്ലാതെ നമ്മളെ മാത്രം ബാധിക്കില്ല, ബാക്കി എവിടെ സംഭവിച്ചിരുന്നാൽ ഇവിടെ ഉണ്ടാകില്ല, ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നലുകളൊന്നും വിചാരിക്കില്ല. ഇപ്പം കാരണം ലോകത്ത് പറയുന്നത് നമ്മൾ 10 പ്രാവശ്യം നമ്മൾ വാർണിംഗ് കൊടുക്കാൻ നേരത്ത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം അത് സക്സസ് ആയിരുന്നാൽ മതി, അതിനെ കൺസിഡർ എസ് എ ഫെയർലി ഗുഡ് സക്സസ് റേറ്റ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ജീവിതം കൊണ്ടുള്ള അല്ലെങ്കിൽ ജീവൻ കൊണ്ടുള്ള ഒരു കളിയാണ്. അതുകൊണ്ട് അപ്പം സാധാരണഗതിയിൽ 1 പ്രാവശ്യം ഓൺ ചെയ്യുന്നിട്ട് അവിടെ വരില്ലായിരിക്കാം, 2ാമത്തെ പ്രാവശ്യം വരാൻ വരില്ലായിരിക്കും. അപ്പൊ 3ാം പ്രാവശ്യം നമ്മൾ ആരായിരുന്നാലും ചിന്തിച്ചു പോകും, എന്തുകൊണ്ട് നമ്മൾ മാറി താമസിക്കണം, 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ എല്ലാം കൊണ്ട് എന്റെ സ്വന്തം ചെലവിൽ പോയി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. പക്ഷെ 3ാമത്തെ പ്രാവശ്യം മാറാതെ ഇരിക്കുമ്പോഴായിരിക്കും ഉരുൾപൊട്ടൽ വരുന്നത്. അപ്പം സർക്കാരിന്റെ എല്ലാ ഇതുകളും പാലിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ് എല്ലാ ജനങ്ങളും ചെയ്യേണ്ടത്. അതായത് വിലങ്ങാട് അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു ക്ലാസിക് എക്സാമ്പിളാണ്. കാരണം വിലങ്ങാട് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകി അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് എല്ലാവരും മാറി താമസിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അങ്ങ് പറഞ്ഞു വരുന്നത് നമുക്ക് പല ഘട്ടങ്ങളിൽ ജനജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജനജാഗ്രതാ സമിതികൾ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടി ഇതിനൊരു പ്രത്യേക പ്രാമുഖ്യം നൽകിക്കൊണ്ട്, അത് എപ്പോഴും വേണമെന്നില്ലല്ലോ, ഈ മഴക്കാലം തുടങ്ങുമ്പോൾ, ഈ മൺസൂൺ തുടങ്ങുമ്പോൾ, അത് അവസാനിക്കുന്നത് വരെയുള്ള ഈ ഒരു സമയത്ത് ഈ ജനജാഗ്രതാ സമിതികളുടെയൊക്കെ പ്രവർത്തനം കുറച്ചുകൂടി ഈ രീതിയിൽ വിപുലപ്പെടുത്തേണ്ടതില്ലേ? അങ്ങനെയുള്ള സാധ്യത നമ്മുടെ കേരളത്തിൽ അങ്ങേയറ്റമില്ലേ? നീലിമ ആദ്യം പറഞ്ഞതിന്റെ കൂടെ ചേർന്നു, വിലങ്ങാട് മാത്രമല്ല, മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖല അത് ഉണ്ടായ സ്ഥലത്ത് തന്നെ ഞാൻ ഉരുൾപൊട്ടൽ സംസ്ഥാന സർക്കാരിന്റെ ഉരുൾപൊട്ടൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു അംഗമായതുകൊണ്ട് എനിക്കറിയാം. ഏതാണ്ട് 6 കോളനികളെയോളം അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു. പക്ഷെ ഇത് ഇത്രയും ഒരു വ്യാപ്തിയിലുള്ള ഒരു സംഭവം വരും എന്ന്, അത് മാത്രമല്ല താഴെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ അല്ലാത്ത സ്ഥലത്ത് ഇത് പതിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു നമുക്ക് അപകട സംഖ്യ വന്നത്. പിന്നെ ഇതിനു പുറമെ രണ്ടാമത് പറഞ്ഞതിന് ഒരു ചെറിയ പിശകുണ്ട്. കാരണം നമ്മൾ ഉരുൾപൊട്ടലിന്റെ ഇങ്ങനെയുള്ള വാർണിംഗ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് ആർക്കും കൊടുക്കാൻ സാധ്യമല്ല. അത് സർക്കാരിന്റെ ചില നിബന്ധനകളുണ്ട്, അതുവഴി മാത്രമേ നമ്മൾ ചെയ്യാവൂ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ കെയർ ഓഫിൽ ഒരു ഓറഞ്ച് ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഓറഞ്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവർക്കും
ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുവഴി കേന്ദ്ര ഏജൻസികൾ നൽകുന്ന ആ വാർണിംഗ്സ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഒരുപക്ഷെ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മഴയുടെ ഇത് നമുക്ക് പറയുന്നത് വാർണിംഗ് ഒക്കെ. അതിനെയും കാട്ടി നല്ല രീതിയിൽ ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസികളുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന. പക്ഷെ അതൊന്നും നമുക്ക് പാലിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നിയമം അനുശാസിക്കുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് വേറെ ഒരു ഇതിന് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വഴി മാത്രമേ ഈ വാർണിംഗ്സ് ഒക്കെ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയും അല്ലാത്ത ബാക്കിയുള്ള സോഷ്യൽ മീഡിയ വഴിയും ആൾക്കാർ ഇല്ലാത്ത ഇതൊക്കെ വാർണിംഗ്സ് ഒക്കെ കൊടുത്ത് ജനങ്ങളെ ഭീതിയിലാക്കും. അതിന്റെ ആവശ്യമില്ല. സർക്കാരിന്റെ KSDMA നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് വാർണിംഗ് ജനങ്ങളിൽ എത്തിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തിരിക്കുന്ന നമുക്ക് തന്നെ അറിയാം, ചില ദിവസങ്ങളിൽ തീവ്ര മഴ വരുമ്പോൾ നമുക്ക് SMS മെസ്സേജുകൾ തന്നെ ഫോണിൽ വരാറുണ്ട് ഈ 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് പല ഭാഗത്തും. അപ്പം തിരുവനന്തപുരത്തുള്ള പല ഭാഗത്തും എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും ജാഗ്രതയായി ഇരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പൊരുൾ. അപ്പം നമുക്ക് സർക്കാർ പറയുന്ന ഏജൻസികൾ വഴിയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രം നമ്മൾ പാലിച്ചാൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെ 99.9% കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നേരത്തെ ഉള്ള കണക്കുകൾ കാണിക്കുന്നത്. അങ്ങ് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സച്ചിൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ അവിടെ മന്ത്രിതല സമിതിയുടെയൊക്കെ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ അവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? നീലിമ, 8:30 മന്ത്രിമാരുടെ ഒരു 4-അംഗ സമിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട്. അതിൽ നാളത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ കൂടി അതിലുണ്ടാകുമെന്നാണ് മന്ത്രിമാർ നേരത്തെ ബെയിലി പാലം തുറന്ന സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നത്. അതിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും K രാജനുമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആർമിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥർ, NDRFന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിൽ നാളത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായകമായി എങ്ങനെയൊക്കെ തിരച്ചിൽ നടത്തണം, ആധുനിക സജ്ജീകരണങ്ങൾ ആർമിയുടേതും അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടേത് അടക്കമുള്ള ഉപകരണങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നാളെ നടത്തും. അതിൽ ഇന്ന് തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. 15ഓളം ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ ആ ഭാഗങ്ങളിൽ മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിൽ നാളെ തെരച്ചിലുണ്ടാവും. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തണം. ഇതിനായി ഒരു പ്രത്യേക ടീമിനെ തന്നെ സജ്ജീകരിക്കുമെന്ന ഒരു നിർദ്ദേശം കൂടെ വെച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ നാളെ ഉണ്ടാകും. കാരണം നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ തോട്ടം മേഖലകളിലടക്കം വന്ന് താമസിച്ച് അവരുടെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല. അതിനാൽ തന്നെ കൃത്യമായ ഒരു കണക്ക് കിട്ടണമെങ്കിൽ നാളെയുള്ള തിരച്ചിലിൽ കൂടെ ഇനി എത്ര ആളുകളുണ്ട്, എത്ര പേര് പുഴയിൽ പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കണ്ടെത്താനുണ്ട്. അവരുടെയൊക്കെ മൃതദേഹം കണ്ടെടുക്കണം. അതിന് ഏറ്റവും വലിയ ഉപകാരപ്രദമായാണ് ഇന്ന് ബെയിലി പാലം തുറന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വാഹനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ആംബുലൻസ്, മറ്റ് ആധുനിക സജ്ജീകരണ ഉപകരണങ്ങളടക്കം മുണ്ടക്കൈ മേഖലകളിലൊക്കെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ആർമിയുടെയും നേതൃത്വത്തിൽ നടന്ന സംയുക്തമായ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നിർമ്മാണമാണ് ഈ പാലം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാത്രമല്ല, നാളത്തെ തിരച്ചിലിൻ്റെ കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരുടെ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാളെ പ്രത്യേകിച്ച് അലർട്ട് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായി നാളെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ചെളി ഒരു വലിയ പ്രശ്നമാണ്. ഈ കുത്തൊഴുക്കിൽ ഒലിച്ചു വന്ന ചെളിയും മണ്ണുമൊക്കെ അതുപോലെ കിടക്കുകയാണ്. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വിലങ്ങുതടിയാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത്യാധുനിക ഉപകരണങ്ങൾ സൈന്യത്തിൻ്റെ പക്കലുണ്ട്, NDRFൻ്റെ കയ്യിലുണ്ട്, സ്റ്റേറ്റ് പോലീസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു ഇടപെടൽ വരും മണിക്കൂറുകളിൽ നാളെ രാവിലെ മുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാകാനുള്ള സാധ്യത
നാളെ കാണുന്നുണ്ടല്ലേ? നീലിമ, തീർച്ചയായും. കാരണം നാളെ പുലർച്ചയോടുകൂടെ തന്നെ വാഹനങ്ങൾ അടക്കം ഈ ദുരന്ത മേഖലകളിൽ എത്തിച്ചുകൊണ്ട് പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. കാരണം വേലിപ്പാലം പൂർത്തിയായതിനാൽ തന്നെ ഇന്ന് തന്നെ ആംബുലൻസ്, അതുപോലെ തന്നെ ആർമിയുടെ ട്രക്ക്, മറ്റ് വാഹനങ്ങൾ അടക്കം കയറ്റി കൊണ്ടുപോയി ഈ പാലം ഗതാഗത യോഗ്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. 24 ടണ്ണോളം ഭാരം വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ പാലത്തിനുണ്ട്. അതിനാൽ തന്നെ JCB അടക്കമുള്ള വാഹനങ്ങൾ ഇന്ന് പാലത്തിൽ കയറിപ്പോയിരുന്നു. അതിനാൽ JCB, ഹിറ്റാച്ചി അടക്കം ഈ മേഖലകളിൽ എത്തിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. നീലിമ പറഞ്ഞതുപോലെ തന്നെ ആർമിയുടെയും കേരള പോലീസിൻ്റെയും NDRFൻ്റെ അടക്കം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഉപകരണങ്ങളും ഈ ദുരന്ത മേഖലകളിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ ചളിയിലും അതുപോലെ തന്നെ മണ്ണിനടിയിലും കെട്ടിടങ്ങൾക്കുള്ളിലും പെട്ടതൊക്കെ കണ്ടെടുക്കാൻ വേണ്ടി വലിയൊരു സജ്ജീകരണങ്ങൾ നാളെ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും നേരത്തെ വ്യക്തമാക്കിയത്. അത് എങ്ങനെ വേണം എന്ന കാര്യത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാവുക. കാരണം ആർമിയുടെയും അതുപോലെ തന്നെ NDRFൻ്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളുമായി മന്ത്രിമാർ യോഗം ചേർന്ന് അതെങ്ങനെ തിരച്ചിലിൻ്റെ നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് ഈ പുഴയിലെ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണം. കാരണം പുഴയിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കാൻ, മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാൻ ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു തിരച്ചിലും നാളെ ഊർജിതമാക്കും. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് ആർമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. വേലിപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടെ മന്ത്രിമാർ അതുപോലെ തന്നെ NDRF, ആർമി അടക്കമുള്ള ആളുകളുടെ ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം പൂർത്തീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഇന്ന് നേരിട്ടെത്തി പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു. അതിനാൽ നാളെ തിരച്ചിൽ വലിയ രീതിയിൽ ശക്തമായ രീതിയിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. സച്ചിൻ തുടരുക. ഇപ്പോൾ ഡോക്ടർ സജിൻ കൂടി ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ സജിൻ, ഇതിപ്പോൾ ഇന്ന് വന്ന വാർത്ത, ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, ഹിമാചലിൽ കനത്ത മഴയാണ്. അവിടെ ഉത്തരാഖണ്ഡിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈ പ്രളയ സമാനമായ പ്രളയമുണ്ടാകുന്നൊരു സ്ഥിതിയുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ ഗ്ലേസിയർ അടക്കം ഉരുകി ഒലിച്ച് ഈ കടലിലേക്ക് പതിക്കുന്ന അത്തരത്തിൽ അവിടുത്തെ ഒരു പാരിസ്ഥിതിക ഘടനയെ പോലും മാറ്റുന്ന തരത്തിൽ ഗ്ലേസിയർ ഉൾപ്പെടെ ഉരുകിയൊലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതെല്ലാം ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അറബിക്കടലിലെ ഊഷ്മാവ് എന്ന് പറയുന്നത് പതിവിനേക്കാൾ ഇരട്ടിയാകുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ള ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തെ, ഈ മഴയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടോ? ആഗോള താപനില വർധനവിന്റെ അതും അതിനെ അപേക്ഷിച്ചുള്ള മഴയുടെ തോതിൻ്റെതും എന്റെ ഒരു സ്പെഷ്യലൈസേഷനിൽ വരുന്നതല്ല. പക്ഷേ കാലക്രമേണ വർഷങ്ങൾ കഴിയുന്തോറും ഉള്ള താപനിലയുടെ വർധന ആക്ച്വലി ഇത് മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഇടപെടൽ കാരണമുള്ള ഒന്നല്ല. കാരണം നമ്മുടെ ഭൂമിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഭൂമി ഉണ്ടായപ്പോൾ 2700 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഭൂമിയുടെ ഉപരിതല താപനില. അതിൽ നിന്ന് നമ്മൾ ഇന്ന് 27 ഡിഗ്രിയിൽ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ താപനില കുറഞ്ഞാണ് വന്നത്. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ സൂര്യന്റെ എന്താ പറയാ ലൂമിനസിറ്റി, പ്രകാശം കൂടുന്നതനുസരിച്ച് ഭൂമിയിൽ തീർച്ചയായിട്ടും താപനില കൂടുക തന്നെ ചെയ്യും. അത് മനുഷ്യന്റെ ഇടപെടലല്ല, അത് ഒരു നോർമൽ പ്രക്രിയയാണ്. അപ്പോൾ ഇനി വരും കാലഘട്ടങ്ങളിൽ നമ്മൾ അത് മനസ്സിലാക്കി വേണം നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പുരോഗമന രീതികളും നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ ചേർന്ന് നീലിമ, എനിക്ക് ഞാൻ കഴിഞ്ഞ എൻ്റെ ടേണിൽ ഞാൻ മറന്നുപോയ ഒരു സംഭവമുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഒരു ലഘുവായിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലുള്ള പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ ഓഫീസിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മുടെ ഒരു കഡസ്ട്രൽ ലെവലിൽ, അതായത് സർവേ നമ്പർ കാണിക്കുന്ന രീതിയിലുള്ള മാപ്പുകൾ നമ്മൾ പ്രദർശിപ്പിച്ച് ഓരോ സർവേ നമ്പറിലും
എത്രത്തോളം ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മാപ്പ് നമ്മൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ കരമടയ്ക്കാൻ പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു വസ്തു വിക്രിയ ചെയ്യാൻ പോകാൻ നേരത്ത് എനിക്ക് എന്റെ വസ്തുവിന്റെ സ്ഥിതി എന്താണ്. കേരളത്തിൽ പൊതുവെ കാണുന്നത് ഉരുൾപൊട്ടലും പ്രളയവും മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനമായിട്ടും. അങ്ങനെയുള്ളതിൽ ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന വസ്തുവിൻ്റെത് എത്രത്തോളമാണ് ഇതിന് ഇത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് നമ്മുടെ റൈറ്റ് ആയിട്ട് മനസ്സിലാക്കി സർക്കാർ അതിനും ഒരു മുന്നൊരുക്കം നടക്കണം. അതിന് ഒരു വലിയ ഇത് തന്നെയാണ്, പ്രയത്നം തന്നെയാണ് വേണ്ടത്. പക്ഷെ ഇന്നെങ്കിലും നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ ഒരു 5 വർഷം കഴിഞ്ഞിട്ടെങ്കിലും അത് നടക്കുകയുള്ളൂ. പിന്നെ ഇതിനു പുറമെ പണ്ട് ഒരു 15 വർഷം മുമ്പ് നിലമ്പൂർ നാടുകാണി ചുരത്ത് ഞാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ചുരം റോഡ് ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ശിരൂരിൽ സംഭവിച്ച 2-3 ആഴ്ച മുമ്പ് ശിരൂരിൽ സംഭവിച്ചത് കണക്ക് അവിടെ ട്രക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വാർണിംഗ് ബോർഡ്സ് ഇറക്ട് ചെയ്യാൻ വേണ്ടി കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാർണിംഗ് ബോർഡ്സ് നമ്മൾ ഇറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ നമുക്ക് അതേ കണക്കുള്ള വാർണിംഗ് ബോർഡ്സ് ഇറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും നമ്മൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ വഴി ഉണ്ടാകുന്ന ആപത്തിനെ ഒരു രീതി വരെ നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. റവന്യൂ വകുപ്പിനെയൊക്കെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് അത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങുൾപ്പെടുന്ന സമിതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാൻ കഴിയും എന്നാണ് വിശ്വാസം. കാരണം കൃത്യമായ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളെ അത് അപ്പാടെ സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയത്നങ്ങൾ നമ്മൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ കൂടി ഈ സമയത്തില്ലേ? തീർച്ചയായും. പക്ഷേ നമുക്ക് ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കോർപ്പസ് ഫണ്ട് നമ്മൾ പ്രധാനമായിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് വളരെ കുറവാണ്. അത് സംസ്ഥാന തലത്തിലായിരുന്നാലും ശരി അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലായിരുന്നാലും ശരി, ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഗവേഷണം ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഇതിൽ നിന്നും കിട്ടുവാൻ വേണ്ടിയിട്ടുള്ളത്. അതും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, സ്റ്റേറ്റ് ഓഫ് ദ പ്രാക്ടീസ് അല്ല ഉപയോഗിക്കേണ്ടത്. അതിന് നമ്മൾ കൊളാബറേറ്റീവ് പ്രോജക്ട്സ് ഉണ്ടാക്കണം. പല വിദേശ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ റിസർച്ച് കൊളാബറേഷൻ നടത്തി അവരെ ഇൻവൈറ്റ് ചെയ്യുകയും അങ്ങനെയുള്ളതിൽ നമ്മുടെ ഫണ്ട് കുറവാണ്. നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ഫണ്ട് യൂസ് ചെയ്യുന്ന ഇതേ കണക്കുള്ള റെസ്ക്യൂ ഓപ്പറേഷനും കോമ്പൻസേഷനും ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാം എന്നുള്ളത് സർക്കാർ വിലയിരുത്തേണ്ടത്, എത്രത്തോളം ഫണ്ട് നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളത്. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിന് പുറമെ കേരളത്തിൽ ഒരു ഉരുൾപൊട്ടലിനെ വേണ്ടി പഠിക്കുവാൻ വേണ്ടിയിട്ട് നല്ല യഥാർത്ഥത്തിൽ ഒരു സ്ഥാപനമില്ല. അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സെന്റർ ഫോർ ലാൻഡ്സ്ലൈഡ് റിസർച്ച് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന്റെ കീഴിൽ തന്നെ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വേറെയാണ്. അത് DM പ്ലാൻ വഴി ഉണ്ടായിട്ടുള്ളതാണ്, ആക്ട് വഴി ഉണ്ടായിട്ടുള്ളതാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടാണ്. ഞാൻ പറയുന്ന റിസർച്ച് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ആയിട്ടുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെന്റോ സെന്ററോ ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. പണ്ടുണ്ടായിരുന്നു നമുക്ക് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നുള്ളത്. അതിന് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ്. അപ്പം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു വിശദമായിട്ടുള്ള കേരളത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന്, ഇപ്പം പൈപ്പിംഗ് എന്ന് പറയുന്ന ഫിനോമിന കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ഇതാണ്, ഒരു പ്രതിഭാസമാണ്. അങ്ങനെയുള്ളതിനൊക്കെ റിസർച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ വരികയാണെങ്കിൽ നന്നായിരിക്കും. വളരെയധികം നന്ദി ഡോക്ടർ സജിൻ. ഈ ഘട്ടത്തിൽ കൈരളി ന്യൂസിൽ വന്ന് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ, നേരത്തെ പകൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം വയനാട്ടിൽ എത്തിച്ചു കഴിഞ്ഞോ? അതിൻ്റെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ? നീലിമ, നിലമ്പൂരിൽ നിന്നും ചില മൃതദേഹങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ എല്ലാ ആളുകളുടെ മൃതദേഹങ്ങൾ എത്തിച്ചാൽ പോലും ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം ചില ആളുകളൊക്കെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ അടുത്തേക്ക് മൃതദേഹം എത്തിച്ച് ഇവരുടെ ബന്ധുക്കളാണോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ മേപ്പാടിയിൽ താൽക്കാലികമായ ഒരിക്കൽ ഫ്രീസറിലാണ് ചില മൃതദേഹങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന ഒരു ഔദ്യോഗികമായ കണക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിലടക്കം വന്നിരുന്നു. അതിനാൽ തന്നെ അത്തരത്തിൽ
പുഴ കേന്ദ്രീകരിച്ച് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും വലിയ രീതിയിൽ ഒരു തെരച്ചിൽ നടത്തണം. ചില ശരീരഭാഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്നടക്കം കിട്ടിയത്. ഇന്ന് 10ഓളം പേരുടെ മൃതദേഹങ്ങളാണ് മുണ്ടക്കൈ മേഖലയിൽ വെച്ച് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അതിൽ ചില കൈകൾ അതുപോലെ തന്നെ കാൽപാദങ്ങൾ അടക്കമുള്ള ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനിയും മൃതദേഹങ്ങൾ ഈ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ഒരു ഉറപ്പിൽ തന്നെയാണ് തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരും ആർമി അടക്കം കേരള സർക്കാരിൻ്റെ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ. അതിനാൽ ഡോഗ് സ്ക്വാഡിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ കീഴിലുള്ള ഡോഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോൾ 15 സ്പോട്ടുകളിൽ ഇത്തരത്തിൽ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനിയും ആളുകളെ വലിയ രീതിയിലുള്ള തിരച്ചിലിൽ കണ്ടെത്താനുണ്ട്. അതിനാൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഉപകരണങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇനി JCB അടക്കമുള്ള ഇറ്റാച്ചി അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിനെയൊക്കെ പ്രതികൂലമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഇടവിട്ട് കൊണ്ട് ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. ഇതാണ് ഈ തിരച്ചിലിനെയും അതുപോലെ തന്നെ മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നത്.